കേരള പോലീസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ കേസിലെ 4ാമത്തെ പ്രതിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് വീണ്ടും വൈദ്യപരിശോധന നടത്താൻ കോടതി ആവശ്യപ്പെട്ടത് എന്നും മനസ്സിലാക്കുന്നു. സാധാരണ നിലയിലുള്ള നടപടിക്രമം, അതായത് കേസിൽ പ്രതിയായാൽ ഹാജരാകാൻ ആവശ്യപ്പെടുക, അതിന് സമൻസ് അയക്കുക, അത്തരം നടപടിക്രമങ്ങൾ പോലീസ് പാലിച്ചിരുന്നോ എന്നതിൽ വ്യക്തത കൈവരുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ പുലർച്ചെ എത്തി അറസ്റ്റ് ചെയ്തത് എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്? അരുൺ, കേൾക്കാമോ? അവർക്ക് ജാമ്യം ലഭിച്ചത് 300ഓളം കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ ആണ് ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയും പിന്നീട് കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. കോടതിയിൽ വാദപ്രതിവാദങ്ങൾ പൂർത്തിയായതിനു ശേഷം ആണ് വീണ്ടും വൈദ്യപരിശോധന നടത്താൻ വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്നാണ് കോടതി വിശദമായ പരിശോധന ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തി വീണ്ടും കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിനിടെ സ്ത്രീകളെ മറയാക്കിക്കൊണ്ട് പോലീസിനെ പട്ടിക കൊണ്ടടിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കുറ്റം. ഇതിൽ 4ാം പ്രതി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അരുൺ, കേൾക്കാമെങ്കിൽ സാധാരണ നിലയിൽ ഇങ്ങനെയൊരു പ്രതിപട്ടികയിലേക്ക് വന്നാൽ പാലിക്കേണ്ട ക്രമങ്ങളുണ്ടല്ലോ, അത് പാലിച്ച് പോലീസ് മുന്നോട്ട് പോയി എന്നാണോ കോടതിയെ പോലീസ് അറിയിച്ചിട്ടുള്ളത്? എന്താണ് രാഹുലിൻ്റെ വാദം? ഇത് രാവിലെ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എന്നാണ്. സാധാരണഗതിയിൽ ഇത്തരം ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായും തെളിവുകൾ പരിശോധിക്കും. തെളിവുകൾ പരിശോധിച്ച് എപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് പോലീസാണ്. ക്രമസമാധാന നില പരിശോധിക്കണം, ക്രമസമാധാന പാലനം തടസ്സമാകാത്ത കാര്യങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ എല്ലാം ചെയ്താണ്, കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് അറസ്റ്റ് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ രാവിലെ വ്യക്തമാക്കിയത്. കോടതിയിലെ പോലെ തന്നെയാണ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. കൃത്യമായ തെളിവ് ശേഖരണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് നടന്നത്. അത് കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പങ്ക്, ഈ അക്രമ സംഭവങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് വാദിച്ചത്. പക്ഷേ ആ വാദങ്ങളെല്ലാം പൂർണ്ണമായി തള്ളുകയായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ചെയ്തത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ല, അദ്ദേഹം ചികിത്സയിലാണെന്ന കാര്യം പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഫോർട്ട് ആശുപത്രിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധന നടത്തിയത് കോടതി ഹാജരാക്കുന്നതിന് മുമ്പ്. പക്ഷേ സ്വാഭാവികമായും ആരോഗ്യനില മോശമെന്ന പ്രതിഭാഗത്തിന്റെ വാദം പരിഗണിച്ചുകൊണ്ട് വീണ്ടും ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രിയിൽ പരിശോധന നടത്താൻ നിർദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് പരിശോധന പൂർത്തിയാക്കിയാണ് അല്പസമയം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് ഇവിടേക്ക് വഞ്ചിയൂർ കോടതിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. അവിടെ തുടർ പരിശോധനകൾ, ഈ പരിശോധന റിപ്പോർട്ടുകൾ കോടതി പരിശോധിക്കും. അതിനുശേഷമാകും കോടതി ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കുക. വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പൊതുമുതൽ നശീകരണം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരെ മാരകമായി പരിക്കേൽപ്പിച്ച അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. കോടതി നേരത്തെ ഇക്കാര്യത്തിൽ എതിർവാദങ്ങളൊക്കെ ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാദത്തിനിടെ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ട് മറ്റുള്ള പ്രധാന നേതാക്കളിലേക്ക് അറസ്റ്റ് പോകുന്നില്ലെന്ന കാര്യം, അല്ലെങ്കിൽ ഇത്രയും നാൾ എന്തുകൊണ്ട് അറസ്റ്റിലേക്ക് കടന്നില്ലെന്ന കാര്യമൊക്കെ. ഏതായാലും വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി പരിശോധിച്ചാകും കോടതി ജാമ്യകാല തീരുമാനമെടുക്കുക. ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് കൂടി കോടതിയുടെ പരിഗണനയിലുണ്ട്. അതുകൂടി പരിഗണിച്ചാകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമെങ്കിൽ സ്വാഭാവികമായും, അല്ലെങ്കിൽ ചികിത്സ നടത്തേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായും ചികിത്സയ്ക്കുള്ള നിർദ്ദേശമാകും കോടതി നൽകുക. എങ്കിൽ ജാമ്യം ലഭിക്കാനിടയുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും. കോടതി നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. അഭിലാഷ്, 300ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതികളായ കേസാണിത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കയ്യിൽ കൊടികൾ ഏന്തിയ കമ്പുകൾ ഉപയോഗിച്ച്, അതോടൊപ്പം തന്നെ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തി പ്രതിഷേധിച്ചുവെന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അടക്കം മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിൽ ഉന്നയിക്കപ്പെടുന്ന വാദം. പോലീസിൻ്റെ ഫൈബർ ഷീൽഡ്, ഹെൽമറ്റ്, ലാത്തി എന്നിവയ്ക്ക് എല്ലാം കേടുപാടുകൾ വരുത്തി എന്നുള്ള
ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു വകുപ്പ് നിലനിൽക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ അതീവ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ട് അക്രമം നടത്തി എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് എതിരായ കേസ്. ഇന്ന് രാവിലെയാണ് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാവിലെ പത്തനംതിട്ടയിലെ വസതിയിൽ എത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിലെ 4ാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അരുൺ, ഇനിയിപ്പോൾ അന്തിമമായൊരു വാദം വൈദ്യപരിശോധനയ്ക്ക് ശേഷം അതിൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള പ്രതിപട്ടികയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകന് കാര്യങ്ങൾ ഒരിക്കൽ കൂടി വിശദീകരിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ആ റിപ്പോർട്ടാണല്ലോ ഇനിയിപ്പോൾ നിർണായകമാവുക എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. കാരണം എല്ലാ വാദങ്ങളും കഴിഞ്ഞ ശേഷം വീണ്ടും വൈദ്യപരിശോധന നടത്താൻ പറയുമ്പോൾ തീർച്ചയായും ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ നിന്ന്, ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആരോഗ്യ പരിശോധന സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനമാവുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യത്തിൽ അതിന് ഏറ്റവും പ്രധാനമാവുക. അത് കോടതി വിശദമായി തന്നെ പരിശോധിക്കും. അതിനുശേഷമാകും ജാമ്യ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ. നമുക്കിപ്പം വി വിനോദ് കൂടി ചേരുന്നു. വിനോദ്, എന്താണ് ഇനി കോടതിയിലേക്ക് നടക്കാനുള്ളത്? കാരണം ഇതിന്റെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത കുറ്റമെന്ത്, അതിന് എന്താണ് പ്രതിഭാഗത്തിന്റെ ന്യായീകരണം, പോലീസിന്റെ തെളിവുകൾ എല്ലാം കോടതി പരിശോധിച്ചു കഴിഞ്ഞു. ഈ ആരോഗ്യപരമായ കാരണം മാത്രമേ ഉള്ളൂ ജാമ്യം നിഷേധിക്കാനും ജാമ്യം ലഭിക്കാനും ഇടയിലുള്ളൊരു പ്രതിഭാഗം വക്കീൽ ഇന്ന് രാവിലെ ഈ വാദപ്രതിവാദത്തിനിടയിൽ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹം ഈ ലാത്തിചാർജിനിടയിൽ തന്നെ മർദ്ദനമേറ്റ് തലയിൽ ക്ലോട്ടിംഗ് ഉണ്ടായി എന്ന കാര്യമാണ്. ആ കാര്യമാണ് ഇന്ന് വാദപ്രതിവാദത്തിനിടെ പ്രതിഭാഗം വക്കീല് വ്യക്തമാക്കിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് ശേഷം കോടതി ചേർന്നപ്പോൾ വീണ്ടും ജഡ്ജി വൈദ്യപരിശോധന നടത്താൻ പറഞ്ഞത്. തുടർന്നാണ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും വൈദ്യപരിശോധന നടത്തിയതും. രാവിലെ ഫോർട്ട് ആശുപത്രിയിലായിരുന്നു ഈ പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് അവിടെ വലിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഒക്കെയും ഉണ്ടായിരുന്നു. പിന്നീട് ഇന്നിപ്പോൾ ജനറൽ ആശുപത്രിയിൽ വീണ്ടും കൊണ്ടുപോയപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്താമെന്ന് കരുതുന്നുണ്ട്. പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലാതാക്കാമെന്ന് കരുതേണ്ടതില്ല. അത് മുഖ്യമന്ത്രിയും പോലീസും അങ്ങനെ ശ്രമിച്ചാൽ പരാജയപ്പെടുകയുള്ളൂ എന്നൊരു കാര്യമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ വിഷ്ണുനാഥ്, ശബരിനാഥ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോടതി മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഈ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ജാമ്യാപേക്ഷയിൽ എന്ത് വിധി പറയുക എന്ന് കോടതി തീരുമാനിക്കുക. സാധാരണ നിലയിൽ ഒരിക്കൽ വൈദ്യപരിശോധന നടത്തിയാൽ റിമാൻഡിലേക്ക് വിടുകയോ ജാമ്യം നൽകുകയാണ് പതിവ്. പക്ഷേ ഇവിടെ വലിയ വ്യത്യസ്തമായി ഒന്നുകൂടി വൈദ്യപരിശോധന നടത്താൻ കോടതി നിർദ്ദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധന നടത്തി രാഹുലിനെ വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനോദ്, നിലവിൽ ഈ സൂചിപ്പിക്കുന്നത് പോലെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വീണ്ടും ഈ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് കോടതി അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത് എന്നതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് സാധാരണ കോടതിയിൽ ഹാജരാക്കാറ്. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന് എന്ന വാദം ഉന്നയിച്ചിരുന്നു രാഹുലിൻ്റെ അഭിഭാഷകൻ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കോടതി ആവശ്യപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.